ഹിബോൺ ചാക്കോ എഴുതിയ അഫെയർ എന്ന കഥ. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അഫെയർ ഇറോട്ടിക് ത്രില്ലർ പാർട്ട് 5. അയാൾ തൻ്റെ ഇടതുകൈയിലെ ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് അപ്പാർട്ട്മെൻറ്റിൻ്റെ വിസിറ്റിംഗ് കാർഡ് എന്ന് തോന്നിക്കുന്ന അവൾ നീട്ടിയ കാർഡ് വാങ്ങിച്ചു. ശേഷം തന്നെ ഒരു പ്രത്യേക ഗൗരവഭാവത്തിൽ നോക്കി പഴയപടി നിൽപ്പ് തുടരുന്ന ഹണിയെ അയാൾ നോക്കി. 2 നിമിഷത്തിനു ശേഷം മുന്നിലേക്കൊന്ന് നോക്കിയ ശേഷം അവൾ അല്പം പിന്നിലേക്ക് അയാളെ തന്നെ പഴയപടി നോക്കി നീങ്ങിയ ശേഷം വന്ന വഴിയെന്ന വിധം തിരികെ നടന്നു. ഹാൻഡ് ബാഗ് തോളിൽ ഒന്നുകൂടി ഭദ്രമാക്കി. സ്റ്റാർട്ടിങ്ങിലായിരുന്ന അയാളുടെ കാർ അവൾക്ക് സമാന്തരമായി കുതിച്ചുപോയി. 5. വൈകുന്നേരം കഴിഞ്ഞു തുടങ്ങുന്ന സമയമാണ്. ഹണിയുടെ ഫ്ലാറ്റിലെ ക്ലോക്കിൽ സമയം 5:40 കഴിഞ്ഞ് സൂചികൾ മുന്നോട്ട് പായുകയാണ്. യുവാവിൻ്റെ ആഷ് കളർ കോട്ട് ഉൾപ്പെടുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി റൂമിലെ ഫ്ലോറിൽ കാണാം. ഒപ്പം ഹണിയുടെ കാഷ്വൽ വസ്ത്രങ്ങളും അതുപോലെ. ബെഡിൽ പൂർണ്ണ നഗ്നനായി മലർന്നു കിടക്കുന്ന യുവാവിന് മുകളിൽ പൂർണ്ണ നഗ്നയായി തന്നെ മുടിയിഴകൾ പടർത്തിയിട്ട് ഇരുന്ന് താഴുകയും പൊങ്ങുകയും ചെയ്യുകയാണ് ഹണി. ഇടയിൽ അവളുടെ ഇരുകൈകളും അയാളുടെ നേർത്ത മുലക്കണ്ണുകളിൽ ഉൾപ്പെടെ അമർന്നിരിക്കുന്നതിനിടയിൽ അവളുടെ വിരലുകളാകെ ആ പ്രദേശം വിടാതെ കാര്യമായി പരതുന്നുണ്ട്. ഇരുവരുടെയും പ്രവർത്തനക്ഷമതയ്ക്ക് മുന്നേ പായും വിധം ശബ്ദശകലങ്ങൾ ഇരുവരും മാറി മാറി പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞതോടെ ഹണിയെ അയാൾ ബെഡിൽ മലർത്തിക്കിടത്തിയ ശേഷം അവളുടെ മടക്കി നിന്ന ഇരുകാലുകളും അല്പം അകത്തി യോനിയിൽ തൻ്റെ നാവ് ഉപയോഗിച്ചു തുടങ്ങി. അവളാകട്ടെ ആ പ്രവൃത്തിയെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഇരുകൈകളും മടക്കി തൻ്റെ തലയ്ക്ക് പിന്നിൽ കൊടുത്ത് അതിൽ തല ചായച്ച് കണ്ണുകൾ ഇറുക്കിയടച്ച് ചുണ്ടുകൾ തുറന്ന് പരമാവധി വേഗത്തിൽ ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. കുറച്ചു സമയം അവളെയൊന്ന് ഞെരിവിളി കൊള്ളിച്ച ശേഷം അയാൾ മുകളിലേക്ക് കയറി വന്ന് അവളുടെ മുലകളിൽ പിടുത്തമിട്ടു. അതിനെ 3-4 ഭാവത്തിൽ തൻ്റെ കൈകളിലിട്ട് കുഴച്ച ശേഷം തടിച്ചു നിന്ന ഞെട്ടുകളിൽ മാറി മാറി തൻ്റെ ചുണ്ടുകൾ ഉപയോഗിച്ചു. മുൻപേ ഒന്ന് നടന്ന വിധമാണ് അവൾ ഇതിനെ കൈകാര്യം ചെയ്തത്. അയാൾക്കത് പൂർണ്ണമായും വിട്ടുകൊടുക്കും വിധം പരമാവധി ചലനമില്ലാതെ പഴയപടി ഹണി കിടന്നു. അല്പനിമിഷങ്ങൾ കടന്നുപോയതോടെ ചെറിയ മടുപ്പ് അനുഭവപ്പെട്ട അവൾ അയാളെ പഴയപടി മലർത്തിക്കിടത്തിയ ശേഷം ലിംഗത്തിൽ പിടുത്തമിട്ട് അതിനെ കൂടുതൽ ഉത്തേജിപ്പിച്ചു തുടങ്ങി. അയാൾ ശ്വാസം വായയിലൂടെ പുറത്തേക്ക് വിടുന്നതിനൊപ്പം ശബ്ദം കൂടുതൽ പ്രകടിപ്പിച്ചു. ലിംഗം അവളുടെ വായയ്ക്കുള്ളിലായതോടെ അയാളുടെ നിർവൃതി പല ഭാവത്തിലും ശബ്ദത്തിലും പുറത്തു വന്നു തുടങ്ങി. ബെഡിൻ്റെ വലതുവശത്തായി ഒരു വിൻഡോയാണ്. അതിൻ്റെ ഇരുവശത്തു നിന്നും കൂടിച്ചേരുന്ന കർട്ടൻ്റെ വിടവിലൂടെ ഒരു ചെറിയ റോഡ് കടന്ന് അപ്പുറത്തായുള്ള ചെറിയ അപ്പാർട്ട്മെൻറ്റിലെ ടെറസിലൂടെ ഒരാൾ തലങ്ങും വിലങ്ങും മെല്ലെ സിഗരറ്റ് വലിച്ച് നടക്കുന്നത് ഫാനിൻ്റെ കാറ്റേറ്റുന്ന വിധം കർട്ടനുകൾ അല്പമകന്ന സമയത്തിലൊന്നിൽ യുവാവ് ശ്രദ്ധിച്ചുപോയി. അയാൾക്ക് ആ ദൃശ്യത്തിൽ നിന്നും വലത്തേക്ക് ചരിച്ച തൻ്റെ തല എടുക്കുവാൻ സാധിച്ചില്ല. അല്പനിമിഷം അങ്ങനെ മുന്നോട്ട് നീങ്ങിയതോടെ അയാളുടെ പാതി നിശ്ചലാവസ്ഥയെ ശ്രദ്ധിച്ച് തൻ്റെ പ്രവൃത്തി അവസാനിപ്പിച്ച് ഹണി മുകളിലേക്ക് കയറി വന്ന് അയാൾ നോക്കിക്കിടക്കുന്നിടത്തേക്ക് നോക്കി. നിമിഷങ്ങൾ കഴിഞ്ഞില്ല. ഹണി അയാളെ നോക്കിക്കൊണ്ട് വിൻഡോയുടെ ഒരു ഭാഗം കർട്ടൻ തൻ്റെ ഇടത്തെ കൈകൊണ്ട് നീക്കിയിട്ടു വേഗത്തിൽ. ആ പഴയ സ്ഥലത്തിലൂടെ ഒരാൾ അതേപടി തൻ്റെ പ്രവർത്തനം തുടരുകയാണ്. ഒരുപക്ഷെ ഒന്ന് സൂക്ഷിച്ച് ഇവിടേക്ക് നോക്കിയാൽ ഇവിടെ നടക്കുന്ന കാര്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആ ആൾക്ക്. തൻ്റെ മുകളിൽ നാൽക്കാലിയെപ്പോലെ നിലകൊള്ളുന്ന ഹണിയെ അയാളൊന്ന് നോക്കി ഒരു നിമിഷം. ശേഷം ഉടൻ അവളെ പിടിച്ച് തൻ്റെ നെഞ്ചിനു മുകളിൽ കിടത്തിയ ശേഷം ലിംഗം അവളുടെ യോനിയിൽ തൻ്റെ വലതു കൈ ഉപയോഗിച്ച് കിടത്തിയ ശേഷം വേഗത്തിൽ ഉപയോഗിച്ചു തുടങ്ങി. അവളാകട്ടെ അങ്ങനെ കിടക്കെ അയാളുടെ കഴുത്തിനും തലയ്ക്കും ചേർത്ത് ഇരുകൈകളും ഇറുക്കി കെട്ടിപ്പിടിച്ചു തുടർന്നു. ഇരുവരും വേഗത്തിലായ തങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തോടൊപ്പം ഉയർന്നു വന്ന ശബ്ദങ്ങളെയും പുറത്തു വിട്ടുകൊണ്ടിരുന്നു. ആർ യു ഹാപ്പി? നഗ്നനായി പഴയ സ്ഥാനത്ത് മലർന്നു കിടക്കുന്ന യുവാവിനോട് ഹണി തൊട്ടടുത്തായി നഗ്നയായി തന്നെ ചമ്രം പടിഞ്ഞിരിക്കെ അയാളുടെ തലയ്ക്കിൽ നിന്ന് ഒരു കൈയുടെ വിരലുകളാൽ അയാളുടെ മൂക്കിൽ പിടിച്ച് ഇരുവശത്തു നിന്നും ദ്വാരങ്ങൾ അടച്ചൽപ്പനിമിഷം പിടിച്ച ശേഷം ചോദിച്ചു. മറുപടി രഹിതനായി അയാൾ. അവൾ തൻ്റെ മൂക്കിനെ സ്വതന്ത്രമാക്കിയപടി ഒന്ന് നിശ്വസിച്ചു. ഒരു ഭാഗം മാറിക്കിടക്കുന്ന കർട്ടൻ സമയം ഇരുട്ടു നിറഞ്ഞിരിക്കുന്നതിൻ്റെ സർവ്വലക്ഷണവും തന്നെക്കൊണ്ടാവും വിധം അകത്തേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹണി എഴുന്നേറ്റ് റൂമിലെ ലൈറ്റ് ഓൺ ചെയ്ത ശേഷം തിരികെ വന്ന കർട്ടൻ പൂർണ്ണമായും നീക്കിയിട്ട് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളെ മറച്ചു പൂർണ്ണമായും. ശേഷം മുട്ടുകൾ മടക്കി ബെഡിൽ അയാൾക്കരികിലായി നിൽക്കെ പറഞ്ഞു.
ഐ ഹാവ് ടു ഗോ നൗ. ഐ ആം ബിസി. ഒരു നിമിഷം ഇതിനുശേഷം അയാളെ നോക്കിയങ്ങനെ തുടർന്ന് അല്പം മുൻപെന്ന വിധം ബെഡിനടുത്തായി എടുത്തുവെച്ച വലിയ ടവലുമായി ബാത്റൂം ലക്ഷ്യമാക്കി ഹണി. അയാളാകട്ടെ ബെഡിൽ തിരിഞ്ഞ് കമിഴ്ന്ന് മുഖം ബെഡിലേക്ക് പൂഴ്ത്തിവെച്ച് ഇരു കൈകളും തലയ്ക്ക് മുകളിൽ മടക്കി കോർത്തു പിടിച്ച് കിടന്നു. 6. ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം താൻ സ്ഥിരമായി പോകാറുള്ള പഴയ ലിഫ്റ്റിലേക്ക് ഹോസ്പിറ്റലിൻ്റെ ഒരു ബ്ലോക്കിൽ നിന്നും പതിവ് പോലെ വിജനമായ സ്ഥലത്തുകൂടി അടുത്തായി കാണുന്ന ബ്ലോക്കിലെ അതേ ലിഫ്റ്റിലേക്ക് തീർത്തും മെല്ലെ നടക്കുകയായിരുന്നു ഹണി. കോട്ടും സ്യൂട്ടും പതിവ് പോലെ ധരിച്ചിരിക്കുന്നു. കറുത്ത നിറത്തിൻ്റെ ഒരു വകഭേദമാണ് കളർ. ലിഫ്റ്റിനോട് അടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു നിമിഷം അവൾ നടത്തം നിർത്താതെ തന്നെ തൻ്റെ ഇടതുതോളിലെ ഹാൻഡ് ബാഗിൽ നിന്നും സൈലൻറ്റിലാക്കിയിരിക്കുന്ന മൊബൈൽ എടുത്തു. അതിൽ ഒരു പ്രത്യേക ഭാവത്തിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു കിടക്കുന്നുണ്ടായിരുന്നു. മുന്നിലേക്ക് വകവയ്ക്കാതെ അവൾ തന്നെ മൊബൈലിലെ വാട്സാപ്പ് തുറന്നു മെനുവിൽ പോയി. അതിൽ തൻ്റെ ഹസ്ബൻഡിൻ്റെ മെസ്സേജ് അവൾ ഓപ്പൺ ചെയ്തു. നിനക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. മോള് ഫ്ലാറ്റിൽ ചെന്ന് ഫ്രീ ആയ ശേഷം വിളിച്ചാൽ ഞാനതങ്ങോട്ട് പറയുന്നതായിരിക്കും. ഇത്രയും ഉൾപ്പെടുന്ന ഒരു വോയിസ് റെക്കോർഡായിരുന്നു അവൾക്കായതിൽ ഉണ്ടായിരുന്നത്. പ്ലേ ചെയ്ത് ഇങ്ങനെ കേട്ടപ്പോഴേക്കും അവൾ ലിഫ്റ്റിനടുത്തെത്തി നിന്നിരുന്നു. മറ്റൊന്നിനും തുനിയാതെ തുടർന്നു വന്ന ഭാവം കളയാതെ അവൾ ലിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ സ്വിച്ച് അമർത്തി. മെല്ലെ അത് തുറന്നു വന്നു. അവൾ അതിൽ പതിവ് പോലെ കയറി. ബേസ്മെൻറ്റിലേക്കുള്ള സ്വിച്ച് അമർത്തിയ ശേഷം ലിഫ്റ്റിൻ്റെ ഡോർ മെല്ലെ തന്നെ അടയുന്നത് ശ്രദ്ധിക്കാത്ത വിധം അവൾ താൻ പതിവായി നിൽക്കാറുള്ള സ്ഥാനത്ത് ഇരു കൈകളും മടക്കി തൻ്റെ ഹാൻഡ് ബാഗിനെയും പരിഗണിക്കും വിധം നെഞ്ചോട് ചേർത്ത് കെട്ടിവെക്കും വിധം പിടിച്ചു നിന്നു. ലിഫ്റ്റ് മെല്ലെ പതിവ് പോലെ താഴേക്ക് പോയി തുടങ്ങി. എന്നാൽ അതിൽ ഒരു അനാഥത്വം നിഴലിച്ചു നിന്നിരുന്നത് പക്ഷേ അവൾ ശ്രദ്ധിച്ചില്ല. താഴെ എത്തിയ ലിഫ്റ്റിൻ്റെ ഡോർ മെല്ലെ തന്നെ തുറന്നു വരുന്നത് വരെ അവൾ പഴയപടി തുടരവേ തന്നെ ഡോറിന് മുന്നിലായി നിലകൊണ്ടു. ഡോർ പൂർണ്ണമായും തുറന്നെന്നായപ്പോൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ പഴയപടി തന്നെ തൻ്റെ കാർ ലക്ഷ്യമാക്കിയെന്ന വിധം അവൾ അല്പം വേഗത തോന്നിക്കും വിധം നടന്നു ചേർന്നു. ഇരുട്ടിൻ്റെ ആധിക്യം തോന്നിക്കുന്നിടത്തുകൂടി. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ. കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.